ഹലോ ഗായ്സ്, SKV ഇൻസൈറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ വൈകിട്ടേ നമ്മുടെ ആന്റണി പെരുമ്പാവൂർ ഒരു പോസ്റ്റ് അങ്ങ് ഇട്ടു. അതായത് ആശീർവാദ് സിനിമാസിനെയും അതുപോലെ മമ്മൂട്ടി കമ്പനി ഇവർ രണ്ടുപേരും കൂടി കൊളാബ് ചെയ്തിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു കൈ നമ്മളിങ്ങനെ ക്ലോസ് ചെയ്യുന്ന ആ ഒരു ഇമോജിയൊക്കെ ഇട്ടിട്ട് ഒരു പോസ്റ്റ്. അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. എക്കാലത്തും ഈ ഒരു രണ്ടുപേരും വന്ന ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ തന്നെ സോഷ്യൽ മീഡിയ പിന്നെ ഹാങ് എന്നുള്ള അവസ്ഥയിലാണ്. അതുപോലൊരു പോസ്റ്റായിരുന്നു ഈ ഒരു ആന്റണി പെരുമ്പാവൂർ ഇട്ടിരുന്നത്. അപ്പോൾ നമ്മുടെ കമന്റ് സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് പറയുന്നുണ്ടായി, ഇനി അഗെയിൻ ലാലേട്ടൻ മമ്മൂക്ക മൂവി ആണോ? സംശയങ്ങൾ ഒരുപാടാണ്. ഒരുപാട് പേര് കമന്റിൽ ചോദിച്ചു 2025 റിലീസ് എന്നൊക്കെ പറഞ്ഞ് കുറേ കമന്റ്സ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കിട്ടിയ വാർത്ത അനുസരിച്ച് ഇവർ തമ്മിലൊരു മൂവി വരാൻ പോകുന്നു എന്നുള്ളതാണ്. 2025 26 അറിയില്ല. എന്തായാലും മമ്മൂക്കയും ലാലേട്ടൻ ആശീർവാദ് സിനിമാസും കൂടി ഒന്നിക്കുന്ന ഒരു മൂവി മമ്മൂക്ക ലാലേട്ടൻ ഒന്നിക്കുന്നു. എക്കാലത്തും ഇവരുടെ ഒന്നിക്കുന്ന സിനിമ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, വലിയ ആഗ്രഹമാണ് അവർ രണ്ടുപേരും ഒന്നിക്കുന്ന ഒരു സിനിമ. കാരണം ഇപ്പോൾ കുറേ കാലമായിട്ട് 2000-ന് ശേഷം ആകെ ഒന്നിച്ചിരിക്കുന്നത് 3 സിനിമകളിലാണ്. അതിൽ ഒന്ന് 2000 തന്നെ പുറത്തിറങ്ങിയ നരസിംഹം അറിയാം. അത് കഴിഞ്ഞ് 2008 അമ്മ സംഘടന താരങ്ങളെല്ലാം അണിനിരത്തിയിട്ട് ദിലീപ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന 2020. അതിനുശേഷം 2013 കടൽ കടന്നൊരു മാത്തുക്കുട്ടി. അതിൽ മമ്മൂക്കയ്ക്ക് ലീഡ് റോൾ ആണെങ്കിലും ലാലേട്ടൻ്റെ ഒരു ക്യാമിയോ റോൾ അപ്പിയറൻസ് തന്നെയായിരുന്നു. അതിനുശേഷം ഏകദേശം ഒരു 11 വർഷത്തിന് ശേഷം രണ്ടുപേരും ഒരേ ബിഗ് സ്ക്രീനിൽ കാണാൻ നമുക്ക് ഒരു അവസരം കിട്ടുകയാണ്. അതേപോലെ 16 വർഷത്തിന് ശേഷമാണ് ത്രൂ ഔട്ട് ഒരു സിനിമ വരുന്നതെന്നും ആഫ്റ്റർ 2020 എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ അല്ല, ആക്ച്വലി സോഷ്യൽ മീഡിയയൊക്കെ കൂടുതൽ നമുക്ക് ഈ ഒരു പോസ്റ്റ് കിട്ടിയപ്പോൾ ഇനി ബോക്സ് ഓഫീസ് എന്തായിരിക്കും എന്നുള്ളൊരു അവസ്ഥയാണ്. കാര്യം രണ്ടുപേരും ഒന്നിച്ചു കഴിഞ്ഞാൽ ബോക്സ് ഓഫീസ് നമുക്ക് ഇപ്പോൾ പലരും കമൻറ്റും കണ്ട പോലെ 100 കോടിയിൽ നിന്നും എണ്ണി തുടങ്ങാം ആ ഒരു അവസ്ഥയാണ്. അപ്പോൾ വളരെയധികം എക്സൈറ്റഡ് സാധനം തന്നെയാണ്. അപ്പോൾ ആര് ഡയറക്റ്റ് ചെയ്യുന്നുള്ളതിനകത്തും കുറേ ചർച്ചകളുണ്ടായിരുന്നു. പൃഥ്വിരാജ്, അമൽ നീരദ്, പിന്നെ മഹേഷ് നാരായണൻ മൂവി നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഫഹദ് ഫാസിൽ, സുരേഷ് ഗോപി, മമ്മൂക്ക, ആ ഒരു കോംബോ വരുന്നത്, കുഞ്ചാക്കോ ബോബനും കൂടി വരുന്ന ഒരു കോംബോ. അതിൽ ലാലേട്ടനും കൂടി ജോയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് ആക്ച്വലി എനിക്ക് തോന്നുന്നത്. ആക്ച്വലി സുരേഷ് ഗോപിക്ക് ഒരു റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കമന്റ് ബോക്സിൽ കണ്ടിരുന്നു. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ആക്ച്വലി അതൊരു ഇവർക്കൊപ്പം തന്നെ ലാലേട്ടനും ജോയിൻ ചെയ്യുന്ന ഒരു വലിയ സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആ ഒരു കാര്യം അത്ര ഗംഭീരമായൊരു അനൗൺസ്മെന്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം നമ്മളെപ്പോഴും എക്സൈറ്റ് ചെയ്ത രണ്ട് എന്താ പറയുക മഹാരഥന്മാരാണ് മമ്മൂക്ക ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അവര് ഒന്നിക്കുന്ന സിനിമ എന്ന് പറഞ്ഞാൽ സോ മച്ച് എക്സൈറ്റഡ്, ഒന്നും പറയാനില്ല. അത്ര ഗംഭീരമായൊരു എക്സൈറ്റ്മെന്റ് ലെവലിലാണ് നിൽക്കുന്നത്. അത്രയും പീക്ക് ലെവലിലാണ്. മോളിവുഡ് സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആന്റിസിപ്പേറ്റിംഗ് മൂവി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു അനൗൺസ്മെന്റ് കൂടി വന്നു കഴിഞ്ഞാൽ ഷുവർ ഇത് തന്നെയായിരിക്കും. വേറെ ഒരു തർക്കം ഉണ്ടാവില്ല അതിനകത്ത്. എത്രയും പെട്ടെന്ന് സംഭവിക്കട്ടെ അല്ലേ. അപ്പോൾ എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ വരുന്ന വഴിക്ക് നമുക്ക് കിട്ടും. എന്തായാലും ഒരു സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെന്റ് എന്തായാലും വരാനുണ്ട്. അതേപോലെ ഇതൊരു റൂമേഴ്സ് എന്ന ലെവലിലാണ് ഇപ്പോഴും നിൽക്കുന്നതെങ്കിലും എനിക്ക് തോന്നുന്നു അതൊരു സംഭവിക്കാൻ ഏറ്റവും കൂടുതൽ ഒരു 90% എനിക്ക് തോന്നുന്നത് ഒരു ചാൻസ് പോസിബിലിറ്റി ഉള്ളൊരു സിനിമ തന്നെയായിരിക്കും. എന്തായാലും സംഭവിക്കട്ടെ. നമുക്കെല്ലാം ബോക്സ് ഓഫീസിൽ 2020 ശേഷം ഇത്രയും എനിക്ക് ആ ഒരു മൊമെന്റ് 2020 കണ്ട സമയത്ത് ഒരു ചെറിയ മൊമെന്റ്, ഞാൻ അന്ന് സ്കൂളിൽ പഠിക്കുന്ന ഒരു സമയമാണ്. ആ ഒരു മൊമെന്റ് എനിക്ക് ഓർമ്മയുണ്ട്. ഒരു ഫാൻസുകാർ തമ്മിൽ ആ ഒരു ബഹളവും ടിക്കറ്റ് കിട്ടാനും ഒക്കെ അന്ന് ആ ടൈമിലാണ് റിസർവേഷനും പരിപാടികളൊക്കെ ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്തതെന്ന് ആ ഒരു പീരിയഡിലാണ്. അപ്പോൾ അതിന് നല്ല ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ടിക്കറ്റ് കിട്ടാൻ. പ്രത്യേകിച്ച് ഇവർ എല്ലാവരും കൂടി ഒരുമിക്കുന്ന പറയുമ്പോൾ എല്ലാ ഫാൻസുകാരും ഉണ്ടല്ലോ. ആ ഒരു ഇതിന് ശേഷം മലയാളത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു സിനിമ തന്നെയായിരിക്കും. അതിനകത്ത് യാതൊരു സംശയവും ഇല്ല. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ബൈ.